ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പേര് മിഥുൻ. എൻ്റെ ഭാര്യ രേഷ്മ. അവിടെ തന്നെ ഒരു കമ്പനിയിൽ അക്കൗണ്ടായി ജോലി ചെയ്യുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ലൈഫ്. ഞാൻ താമസിക്കുന്നത് 2 BHK ഫ്ലാറ്റിലാണ്. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അനിയത്തി റീമ, 23 വയസ്സ്, ബാംഗ്ലൂരിൽ ഒരു ഇൻ്റേൺഷിപ്പ് കിട്ടി അങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റ് ഉള്ളപ്പോൾ വേറെ നോക്കണ്ട ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ അവൾ എത്തി, ഞങ്ങളുടെ കൂടെ താമസം തുടങ്ങി. ഞാൻ റീമയെ അങ്ങനെ വേറെ കണ്ണുകൊണ്ടൊന്നും നോക്കിയിട്ടില്ലതുവരെ. പക്ഷെ അവൾ വന്ന് വീട്ടിലിടുന്ന ഷോർട്ട്സും ഒക്കെ ഇട്ട് റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് ഞാൻ അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, കൊള്ളാമല്ലോ, ചേച്ചിയേക്കാളും നല്ല സൗന്ദര്യം. വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളുടെ കാലുകളിൽ കിടക്കുന്ന സ്വർണ്ണ പാദസരമാണ്. അതിനു മുമ്പ് ഞാൻ അത് കണ്ടിട്ടില്ല. അത് പറഞ്ഞില്ലല്ലോ, എനിക്ക് പാദസരം ഒരു വീക്ക്നെസ്സാണ്. നല്ല ഭംഗിയുള്ള കാലുകളിൽ പാദസരം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ ഭാര്യയാണെങ്കിൽ സ്വർണം ഇടുന്നത് ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണുമാണ്. എനിക്ക് ഉള്ള ഇഷ്ടങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവളോട്. എങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതിലെനിക്ക് നല്ല വിഷമവും ഉണ്ട്. എങ്കിൽ ഞങ്ങളുടെ ലൈഫ് അത്ര മോശമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ റീമ ഞങ്ങളുടെ കൂടെ നല്ല ജോളിയായിട്ട് താമസം തുടങ്ങി. എന്നോട് അവൾ നല്ല കമ്പനിയാണ്, ഒരുപാട് സംസാരിക്കും. എനിക്കാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ്. ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. രേഷ്മയാണെങ്കിൽ 5 ദിവസം ഓഫീസിലാണ്. റീമയ്ക്കാണെങ്കിൽ 2 or 3 ഡേ പോയാൽ മതി. മിക്കവാറും ദിവസങ്ങളിൽ പകലിൽ ഞാനും റീമയും മാത്രം ആവാൻ തുടങ്ങി. ഫ്ലാറ്റിൽ ഞാൻ അവളുടെ സീനൊക്കെ പിടിച്ച് നടക്കും. ഒരവസരം കിട്ടിയാൽ ഒന്ന് തൊട്ടു നോക്കാനും തോന്നി. അവൾ വീട്ടിൽ ഇടുന്ന ഉടുപ്പാണെങ്കിൽ ഒരു രക്ഷയുമില്ല. നന്നായി ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കും. ഷോർട്ട്സ് ആണെങ്കിൽ മുട്ടുവരെ ഉള്ളൂ. അതുകൊണ്ട് അവളുടെ വെളുത്ത കൊലുന്നനെയുള്ള കാലുകൾ എനിക്ക് കാണാൻ പറ്റും. കാലുകളിലെ ആ സ്വർണ്ണ പാദസരം എന്നെ അവളുടെ അടിമയാക്കി എന്ന് തന്നെ പറയാം. എനിക്കാണെങ്കിൽ അത്ര വലിയ വർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഒരു സിനിമ ഒക്കെ കണ്ടിരിക്കും. റീമയും അപ്പോൾ എൻ്റെ കൂടെ കൂടും. ഞങ്ങൾ സിനിമാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അവൾ ഒരു നല്ല സിനിമാ പ്രേമിയാണ്. എന്നെപ്പോലെ തന്നെ ഓരോ ദിവസവും ഏത് സിനിമ കാണണം എന്ന് മാറി മാറി ഞങ്ങൾ തീരുമാനിക്കും. സിനിമ കാണുമ്പോഴും എൻ്റെ കണ്ണ് അവളുടെ ആ പാദസരത്തിൽ തന്നെയായിരിക്കും. അവൾ ഇടയ്ക്ക് എൻ്റെ കാലുകൾ തൊട്ടുരുമി അവളുടെ കാലുകൾ വയ്ക്കും. ഇടയ്ക്ക് അവൾ കാലുകൾ ഉയർത്തി സോഫയുടെ മുകളിൽ വയ്ക്കും. അതിനുവേണ്ടിയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നതും. ഞാൻ എപ്പോഴും ആ കാലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ആ പാദസരം അവളുടെ കാലിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു തന്നെ പോയിരിക്കും. ഒരു ദിവസം അവൾ ചോദിച്ചു, ഇതെന്താ ഇവിടെ മാത്രമേ ഇരിക്കുള്ളൂ? ഞാൻ പറയും, ഇവിടെ ഇരുന്നാൽ സിനിമ മര്യാദയ്ക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്ന്. അവൾക്കറിയില്ലല്ലോ ഞാൻ അവളുടെ പാദസരമാണ് ആസ്വദിക്കുന്നതെന്ന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ രേഷ്മ ജോലിക്ക് പോയി. ഞാൻ സിക്ക് ലീവും എടുത്ത് ചുമ്മാ ഇരിക്കുന്നത്. മാസത്തിൽ ഒരു സിക്ക് ലീവ് എങ്കിലും വെറുതെ എടുക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. റീമയാണെങ്കിൽ വീട്ടിലുമുണ്ട്. ഞാൻ അവളുടെ കൂടെ മുഴുവൻ സമയവും ഇരിക്കാൻ വേണ്ടി ലീവ് എടുത്തിട്ട് അവളാണെങ്കിൽ മുറിയിലും തന്നെ ഇരിക്കുന്നു. ഞാൻ പുറത്തു നിന്ന് കുറേ വിളിച്ചു നോക്കി. അവൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാൽമുട്ടിൽ നിന്ന് തലയിൽ വരെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ഇട്ടേക്കുന്ന ഷോർട്ട്സിന് കുറച്ചും കൂടി നീളം കുറവ് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു, എവിടെയായിരുന്നടി എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ റീല് നോക്കി കിടക്കുകയായിരുന്നു ചേട്ടായി എന്ന് അവൾ പറഞ്ഞു. എന്താടി, ബോയ് ഫ്രണ്ടായിട്ട് സൊള്ളലും വല്ലതും ആയിരുന്നോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ എന്നെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട്, ഒന്ന് പോ ചേട്ടായി, എനിക്ക് അങ്ങനെ ആരുമില്ല. ഗേൾസ് സ്കൂളിൽ മാത്രം പഠിച്ച എനിക്കെവിടെയാ ബോയ് ഫ്രണ്ട്?
അവൾ ചിരിച്ചു. അതിനൊക്കെ വേറെ എന്തെല്ലാം വഴികളുണ്ട് മോളെ എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. കുറേ പേര് പുറകെ ഒക്കെ നടന്നിട്ടുണ്ട് നാട്ടിൽ. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ പോട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടാകും കേട്ടോ. അതിന് ഒരുപാട് സമയമുണ്ട്. നീ വിഷമിക്കേണ്ട. നീ ഫ്രീ ആണെങ്കിൽ വാ, നമുക്കൊരു സിനിമ കാണാം. ഞാൻ ഇന്ന് ലീവാണ്. ഓ, ലീവോ? എടുത്തോ. സിനിമ കാണാൻ ഇരിക്കുവാണോ? ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ സുഖമായിരുന്നു എന്ന് അവൾ എന്നെ നോക്കി കളിയാക്കി പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പോയി TV ഓണാക്കി സോഫയിൽ എൻ്റെ പൊസിഷനിൽ ഇരുന്നു. അവൾ എൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ചോദിച്ചു, ഏത് സിനിമ കാണും ഇന്ന്? ചേട്ടൻ പറ. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നമുക്ക് ഇന്ന് ഒരു ഇംഗ്ലീഷ് ഫിലിം തന്നെ ആയാലോ? അവൾ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ വേണ്ട ചേട്ടായി, അതിലെ സീനുകളൊക്കെ ഒട്ടും നന്നില്ല. അവൾ ചിണുങ്ങി. അപ്പം നീ സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ, അതൊക്കെ എനിക്ക് അറിയാം. നീ എങ്ങനെയാ? നീ എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല. ചേട്ടായി എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ ഇപ്പം തന്നെ? ഞാൻ പറയും, പിന്നെ നീ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ ജഡ്ജ് ചെയ്യുന്നത്? ജനറൽ നോളേജൊക്കെ നല്ലതല്ലേ? റീമ പറഞ്ഞു. ഉവ് ഉവ്, എന്നാ പറ, ഞാൻ കേൾക്കട്ടെ. റീമ, അത് പിന്നെ അതില്ല ചേട്ടായി, ഞങ്ങൾ കൂട്ടുകാരികളും മൊത്തമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഓഹോ, അപ്പം നീ കാണാറുണ്ടല്ലേ? ഉണ്ട്. പക്ഷേ എനിക്കെന്താ അറിയില്ല റീമ, ഇത്തരം ഫിലിമുകൾ കാണുമ്പോൾ ഒരു നല്ല ഫീല് അനുഭവപ്പെടാറുണ്ട്. റീമ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, അയ്യേ ചേട്ടായി അത്രക്കാരനാണോ? ഞാൻ പെട്ടെന്ന് റീമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അതിനെന്താ ഇത്രമാത്രം കളിയാക്കാൻ? ഇത് നോർമലല്ലേ? എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ അല്ലടായി. റീമ, എന്തോ എനിക്കറിയില്ല. ഞാൻ അത് വെറുതെ, നീ ഈ പാദസരമൊക്കെ ഇട്ട് നടക്കുന്നത് തന്നെ ഞങ്ങളെ അട്രാക്റ്റ് ചെയ്യാനല്ലേ? റീമ, പിന്നെ ചേട്ടായി എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് പാദസരം ഇടാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഞാൻ ഏതായാലും പാദസരം ഇട്ട്. മോളോട് കാലുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അതും പറഞ്ഞപ്പോൾ അവളുടെ പെട്ടെന്ന് നാണം വന്നു. ഞാനാണെങ്കിൽ അവളുടെ കാലുകളിലേക്ക് നോക്കിയിരുന്നു. അവളത് കണ്ടു. ചേട്ടൻ അതാണല്ലോ എപ്പോഴും എൻ്റെ കാലിൽ നോക്കുന്നത്. ഞാൻ ഞെട്ടി. ഓഹോ, നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ റീമ? പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലാകും മോനെ ചേട്ടായി. ഞാൻ പതിയെ ഒരു ചിരി ചിരിച്ചു. റീമ ചോദിച്ചു, ചേട്ടായി അപ്പോൾ അങ്ങനെ? അവൾ പെട്ടെന്ന് നിർത്തി. ഞാൻ പറഞ്ഞു, നീ ചോദിച്ചോ, മടിക്കേണ്ട. റീമ, അല്ല ചേട്ടായി, അപ്പോൾ ചേച്ചിയുടെ കൂടെ നല്ല നല്ല ഫിലിം കണ്ടുകൊണ്ട് അവൾ പെട്ടെന്ന് പറയുന്നത് നിർത്തി. ഏയ് ഇല്ലടി, ഞാൻ ഓരോരോ ഫിലിം കാണും, അവളുടെ അടുത്തേക്ക് പോകും. പക്ഷെ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ചും നിന്നെ പോലെ ആ സ്വർണ്ണ പാദസരം ഇട്ട് നടക്കാനൊന്നും. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വെറുതെ കാണാൻ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. റീമ, എൻ്റേതായിരിക്കും കാണുന്നത് അല്ലേ? ഞാൻ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് അവളുടെ കാലുകളിൽ നോക്കി. അവൾ അത് എടുത്ത് സോഫയുടെ മുകളിൽ വെച്ചു. ഞാൻ പെട്ടെന്ന് കണ്ണു മാറ്റി. അവൾ പറഞ്ഞു, ചേട്ടൻ നോക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ധൈര്യമായി അവളുടെ കാലുകളെ നോക്കി ആസ്വദിക്കാൻ തുടങ്ങി. എൻ്റെ നോട്ടം അവൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് തൊടട്ടെ ഡി? ഒരു ധൈര്യത്തോട് ഞാൻ ചോദിച്ചു. അവളൊന്ന് മൂളി. ഞാൻ അവളുടെ കാലുകളെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. അതിൽ മെല്ലെ തലോടാൻ തുടങ്ങി. അവളുടെ നെയിൽ പോളിഷ് ഇട്ട വിരലുകളെല്ലാം തലോടിക്കൊണ്ടും ഇരുന്നു. അവളുടെ പാദസരത്തിന് മുകളിൽ കൂടി മെല്ലെ എൻ്റെ വിരലുകൾ ഓടിച്ചു. അവൾക്ക് എന്തൊക്കെയോ വികാരം തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് ശരിക്കും പറഞ്ഞ നല്ല ഒരു മൂഡിലേക്ക് പോയി. ഞാൻ അവളുടെ കാലുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കാര്യരുമ്പിൽ തട്ടാൻ തുടങ്ങി. ഞാൻ ബാംഗ്ലൂർ